ഇന്നൊരു അപേക്ഷയും കൊണ്ട് അവർ വന്നപ്പോഴത്തേക്ക് അവർ ഞാൻ ഈ അപേക്ഷയ്ക്കുള്ള ഇത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇതിനുള്ള ഈ മറുപടി തരാൻ പറഞ്ഞപ്പോൾ അവർ പറയണ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങൾ ആ മറുപടി തന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്നുള്ള അവർ ഭീഷണിപ്പെടുത്തി. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ല, സാവകാശമായിട്ടാണ് സംസാരിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ ഇത് ഇവിടെ പിന്നെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞ് CRZ നിയമപ്രകാരം അതിൻ്റെ പരിധിയിലാണെന്നാണ് അവർ പറയുന്നത്. നമസ്കാരം. ഒരു ഉമ്മ, അടക്കാൻ പോലും വയ്യാത്തൊരു ഉമ്മ വിളിച്ചതിനെ തുടർന്നാണ് ഞങ്ങളിപ്പോൾ ചിറയൻകീഴ് പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. ഇവിടെ പരാതി എന്ന് പറഞ്ഞാൽ 12 വർഷമായൊക്കെ എന്താ പറയുക, ഒരു വീടിന് വേണ്ടി കയറി ഇറങ്ങുകയാണ്. വീട് ഇപ്പോൾ വാസയോഗ്യമല്ല. ഒരു വീടിന് വേണ്ടി അവരുടെ ദീർഘകാലത്തെ ആവശ്യം ഇതുവരെ നിറവേറ്റി കൊടുത്തില്ല. അത് മാത്രമല്ല, ഇന്നൊരു പരാതിയുമായി ഇവിടെ സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ സെക്രട്ടറി പരാതി സ്വീകരിച്ചില്ല, ഇവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ മോൾ കയറി നോക്കിയപ്പോൾ സെക്രട്ടറി ഇവിടെ ഇല്ല, അതുപോലെ തന്നെ വേറെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല. അങ്ങനെ 100 കൂട്ടം പരാതികളൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഷീന എന്ന് പറഞ്ഞൊരു മാഡമാണ് നമ്മൾ എത്തിച്ചത്. അവർ പരാതി സെക്രട്ടറി സ്വീകരിക്കുന്നു. അവർ 1 വർഷമായിട്ട് വീടിന് വേണ്ടി കയറുകയെന്ന് പറയുന്നത്. പരാതി സെക്രട്ടറി സ്വീകരിക്കുന്നു, തിരിച്ചു കൊടുത്തു പരാതി. എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുത്തത്? ഞാനിപ്പോൾ തിരിച്ചെടുക്കാൻ കാരണം LSD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാം തീയതി നമ്മൾ കൈക്കെല്ലാം ബ്ലോക്ക് ഇത് അഴിച്ചുപൊളി നടന്നുകൊണ്ടിരിക്കും. അതൊന്ന് ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കാറ്, ഒരു പഞ്ചായത്തിന് ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുക. അല്ല, ഗവൺമെൻറ്റിൽ ശ്രദ്ധയിലിരിക്കുകയാണ്. ഗവൺമെൻറ് 31-ാം തീയതി നമ്മൾ സൈറ്റ് ക്ലോസ് ചെയ്തു. ഇനി 6-ാം തീയതി തൊട്ട് അക്ഷയയിൽ അപേക്ഷ കൊടുക്കാം. 10-ാം തീയതി തൊട്ട് ഇവിടെ ബാക്കിയില്ല. സെക്രട്ടറി ഇനി 6-ാം തീയതി മറ്റോ കഴിഞ്ഞാൽ സൈറ്റൊക്കെ ഡൗൺ ആണെന്ന് പറയുന്നു. 30-ാം തീയതി എന്തോ സൈറ്റ് ഡൗൺ ആണ്. ഇനിയിപ്പോൾ 6-ാം തീയതി കഴിഞ്ഞാൽ പരാതി സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഈ വയ്യാത്ത ഉമ്മ ഈ കാലും വച്ചിട്ട് ഈ ഓഫീസിൻ്റെ സ്റ്റെപ്പ് പോലും കയറാൻ വയ്യ. എന്നിട്ട് ഇവിടെ വന്ന് വരുമ്പോൾ ഇതൊക്കെയാണ് കേൾക്കുന്നത്. സൈറ്റ് ഡൗൺ ആണ്, 6-ാം തീയതി കഴിഞ്ഞിട്ട് ഇനി പരാതി സ്വീകരിക്കാൻ കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉമ്മ അമ്മയുടെ പരാതി പറഞ്ഞു. എന്താ സംഭവിച്ചെന്താണ്? 12 വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി കയറുകയാണ് സാർ. അപ്പോൾ ഇവിടെ അവർ വരുമ്പോഴൊക്കെ ഞാൻ അപേക്ഷയും ഇതുമൊക്കെ കൊണ്ടുവരുമ്പോൾ 1 മാസം കഴിഞ്ഞ് വാ, 2 മാസം കഴിഞ്ഞ് വാ എന്നുള്ള പറച്ചിലേ അവർക്കുള്ളൂ. ഇന്നൊരു അപേക്ഷയും കൊണ്ട് അവർ വന്നപ്പോഴത്തേക്ക് അവർ ഞാൻ ഈ അപേക്ഷയ്ക്കുള്ള ഇത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇതിനുള്ള ഈ മറുപടി തരാൻ പറഞ്ഞപ്പോൾ അവർ പറയണ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങൾ ആ മറുപടി തന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്നുള്ള അവർ ഭീഷണിപ്പെടുത്തി. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ല, സാവകാശമായിട്ടാണ് സംസാരിച്ചത്. അവർ ഇതുപോലെ ഭീഷണി മുഴക്കി സ്വീകരിച്ചിട്ട് കൈപ്പറ്റി രസീത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു നിയമമില്ല. ഈ 10 ദിവസത്തേക്ക് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരാനാണ് പറയണത്. അപ്പം ഈ സാധാരണ എന്തുകൊണ്ട് ഈ ഉമ്മയ്ക്ക് വീട് ലഭിച്ചില്ല? അതായത് ഈ ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയ കാലത്ത് തന്നെ ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം, 5 കുടുംബം ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട് സാർ. അവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ വീടിൻ്റെ നിജസ്ഥിതി മനസ്സിലാകും. 5ാം സ്ഥാനത്തുള്ള 5ാം ക്രമ നമ്പറിലുള്ളതാണ് ഈ പെൺകുട്ടി. ഇതിനു മുമ്പ് നമ്മൾ ഇത് ഇവിടെ പിന്നെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞ് CRZ നിയമപ്രകാരം അതിൻ്റെ പരിധിയിലാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പോഴുള്ള പരാതിയിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് CRZൻ്റെ പരിധിയിലാണ് ആ പര്യടം അവരുടെ വസ്തു നിലനിൽക്കുന്നതാണെങ്കിൽ പിന്നെ മണ്ണും വീടും പദ്ധതി എന്ന് പറഞ്ഞൊരു ലൈഫ് മിഷൻ പദ്ധതിയുടെ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തി അവർക്ക് മണ്ണും വീടും പദ്ധതി കൊടുത്താൽ മതി. അത് നിങ്ങൾ റിജക്റ്റ് ചെയ്തോളൂ. അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞാൽ അതും കൊടുക്കാൻ അവർ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ
അത് പിന്നെ മുമ്പ് അവിടെ ഉള്ള പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോഴത്തെ പറയുന്നത് സ്ഥിരമായി അവർ പിന്നെ കോൺഗ്രസ്സുകാർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പരിഗണന അതും ഒരു കാരണം പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ അനാവശ്യമായ ഇടപെടൽ നടത്തുന്ന ചില ആളുകൾ ഇതിനകത്ത് കയറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അറിഞ്ഞത് അവിടുത്തെ പ്രവാസികൾക്ക് വരെ വീട് കൊടുത്തു എന്നാണല്ലോ അറിഞ്ഞത്. അതെല്ലാ പ്രവാസികളുടെ ലിസ്റ്റാണ് ഇതിൽ കൂടുതലുള്ളത്. ഇതിപ്പോൾ വിവരാവകാശ പ്രകാരം നമ്മൾ ശേഖരിച്ച ലിസ്റ്റിലുള്ളത് പ്രവാസികളുടെ ഭാര്യമാരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധപൂർവ്വം ഉൾപ്പെടുത്തി അവരുടെ പാർട്ടി അനുഭാവികൾക്ക് മാത്രം സ്വജനപക്ഷപാതം കാണിക്കുകയാണ്. ഉമ്മയ്ക്ക് ഹസ്ബൻഡൊക്കെ ഉണ്ടോ? എൻ്റെ ഹസ്ബൻഡ് വാൾവ് മാറ്റി വെച്ചിരിക്കുന്നു. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. പിന്നെ എൻ്റെ കാല് സർജറി 2 ചെയ്ത് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഭർത്താവ് പിന്നെ ഹോട്ടലിൽ നിന്ന് പിന്നെ ഇത് വെയിറ്റ് ഒന്നും എടുത്തൂടെ വല്ലപ്പോഴും ജോലി ചെയ്ത് നമ്മൾ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകണം. ഇപ്പോൾ നമുക്ക് വാടക എടുക്കാൻ ഇല്ല. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പിന്നെ ഒരണലി കയറി വന്ന് എല്ലാം വീട്ടിൽ അണലി എല്ലാ ഇതും കയറി വരണ ഒരിതില്ലാത്ത വീടായതുകൊണ്ട് ഞങ്ങൾ പെൺപിള്ളേരെയും കൊണ്ട് വാടക വീട്ടിൽ പോയി. ഞങ്ങളിപ്പോൾ 5 മാസം വാടക വീട്ടിലാണ്. ഞങ്ങൾ പൈസ ഒന്നും കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഏതായാലും വളരെ ദയനീയമാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇത് ഒരു സഹതാപപൂർവമായ ഒരു നോട്ടമോ ഒരു വാക്കോ കൊണ്ടോ ഇവരെയൊക്കെ എന്താ പറയുക സ്നേഹിക്കാനൊക്കെ പറ്റും. അതിനാണ് നമ്മൾ നികുതി കാശെടുത്തവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നത്. മറിച്ച് ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പെരുമാറ്റമുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ്. പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ് ഈ വീടൊക്കെ. അത് എന്തുകൊണ്ട് ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളത് അന്വേഷണവും വേണം. എന്തായാലും ചേട്ടാ, ഇത് നിങ്ങളിതിൻ്റെ പിറകെ ഉണ്ടല്ലോ. ഉറപ്പായിട്ടുണ്ട്. എല്ലാ രേഖകളും നമ്മൾ സബ്മിറ്റ് ചെയ്യാം. നമ്മൾ പ്രസ് ക്ലബിലേക്ക് അടുത്ത മീറ്റ് പ്രസ് ക്ലബ്ബ് ഇവരും നിഷേധിച്ചതുകൊണ്ട് മിക്കവാറും നമ്മൾ ഇന്ന് AD വിളിക്കും, അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വിളിക്കും, പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ അടുത്ത തന്നെ പ്രസ് ക്ലബിലേക്ക് മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാര്യം അവരെ കൊണ്ടുപോയി പ്രസ് ക്ലബിൽ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനേതായാലും കമ്മീഷനിൽ കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട 5-6 കമ്മീഷനുകൾ നമ്മൾ ഈ രേഖയിൽ വെച്ചിട്ടുണ്ട്. ഈ കമ്മീഷനുകൾക്കെല്ലാം ഈ പരാതി ഫോർവേഡ് ചെയ്യുന്നത്. ഞാനേതായാലും മുകളിൽ കയറിയിട്ട് സെക്രട്ടറിയെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കാണാൻ ശ്രമിച്ചു. പക്ഷേ അവരാരും സ്ഥലത്തില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ അവരിപ്പോൾ ഇറങ്ങിപ്പോയതേ ഉള്ളൂ. രണ്ടുപേരും സെക്രട്ടറിയും പ്രസിഡന്റും ഇപ്പോൾ ഇറങ്ങിപ്പോയതേ ഉള്ളൂ. ഏതായാലും ഞങ്ങളിത് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ടായിരുന്നു. അന്വേഷണപരം നമ്മൾ അന്വേഷിക്കാനായിട്ട് പോയിരുന്നു. പക്ഷേ സെക്രട്ടറിയുടെ ഫോൺ എടുത്തിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. നമുക്ക് എന്തായാലും അവരോട് അന്വേഷിക്കേണ്ടത് കാര്യമുണ്ട്. പക്ഷേ അവർ ഫോൺ എടുക്കാത്തതും അവരില്ലാത്തതും നമ്മുടെ കുറ്റമല്ല. എന്തായാലും അമ്മയുടെ ഈ വേദന ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് മുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ 2 കാലിലും നീരാണ്. ഈ കാലം കൊണ്ടാണ് അവർ വീടിന് വന്ന സ്വപ്നത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതും ഇങ്ങനെ ഓഫീസിൽ തോറും കയറി ഇറങ്ങുന്നതും. ഇവരെ നിഷേധിക്കരുത്. ഇവരൊക്കെയാണ് നമ്മുടെ സമ്പത്ത്. ഇസ്മായിൽ സുരണ്ടി, ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.